പുതിയ ആധാർ എടുക്കുന്നതിനും നിലവിലുള്ളത് തിരുത്തുന്നതിനും ഉള്ള നിബന്ധന ആധാർ അതോറിറ്റി കടുപ്പിച്ചു. അപേക്ഷയ്ക്കൊപ്പം നൽകുന്ന രേഖകളിലെ ചെറിയ പൊരുത്തക്കേട് പോലും ഇനി അംഗീകരിക്കില്ല. തിരുത്തലുകൾക്കും കർശന നിയന്ത്രണമുണ്ടാകും. 2024 നവംബർ 3rd വീക്കിലെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ്. ഇതുമായി ബന്ധപ്പെട്ട ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. അതുപോലെ തന്നെ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആധാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് തടയാൻ ലക്ഷ്യമിട്ടാണ് നടപടി. ആധാറിലെ പേരിലെ ചെറിയ കറക്ഷന് പോലും ഇനി ഗസറ്റ് വിജ്ഞാപനം നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുമ്പ് അത് ഉണ്ടായിരുന്നില്ല. ഗസറ്റ് നോട്ടിഫിക്കേഷൻ നിർബന്ധമാക്കി. പേരിൻ്റെ ആദ്യ ഭാഗവും അക്ഷരവും തിരുത്താനും അത് ബാധകമാണ്. ഇതോടൊപ്പം പഴയ പേരിൻ്റെ തിരിച്ചറിയൽ കാർഡ് രേഖയും നൽകണം. പാൻ കാർഡ്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, സർവീസ് തിരിച്ചറിയൽ കാർഡ്, ഫോട്ടോയുള്ള പുതിയ SSLC സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് എന്നിവയിലേതെങ്കിലും ആധികാരിക രേഖയായി ഉപയോഗിക്കാം. പേരിലെ കറക്ഷന് പരമാവധി 2 അവസരമേ നൽകൂ എന്നുള്ള നിബന്ധനയിൽ മാറ്റമില്ല. പിന്നെ പുതിയൊരു മാറ്റം കൂടിയുണ്ട്. ആധാർ എടുക്കാനും വിലാസം തിരുത്താനും പൊതുമേഖലാ ബാങ്കിൻ്റെ പാസ്ബുക്ക് തിരിച്ചറിയൽ രേഖയാക്കുന്നതിനും വ്യവസ്ഥ വന്നിട്ടുണ്ട്. അതിനൊരു കണ്ടീഷൻ കൂടിയുണ്ട്. മേൽവിലാസത്തിൻ്റെ തെളിവ് ബാങ്ക് രേഖയിൽ ലഭ്യമാണെന്നും KYC പൂർണ്ണമാണെന്നും ശാഖാ മാനേജർ സാക്ഷ്യപത്രം നൽകണം. ബ്രാഞ്ച് മാനേജറുടെ ഒരു സർട്ടിഫിക്കേഷൻ ഇതിനാവശ്യമാണ്. പൊതുമേഖലാ ബാങ്ക് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കിന് പുറമെയാണിത്. അതുപോലെ തന്നെ ജനന തീയതി ഒരു തവണയെ തിരുത്താനാകൂ എന്നുള്ള നിബന്ധന തുടരുമ്പോഴും നിയന്ത്രണം കടുപ്പിച്ചു. 18 വയസ്സ് വരെയുള്ള ജനന തീയതി തിരുത്താൻ അതത് സംസ്ഥാനത്തെ അംഗീകൃത അധികാരികൾ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ പരിഗണിക്കൂ. പാസ്പോർട്ട്, SSLC എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും നമ്മൾ പൊതുവെ മുൻപ് ഉപയോഗിക്കാറുണ്ടായിരുന്ന ഒരു ഡോക്യുമെൻ്റാണ് പാസ്പോർട്ട്, SSLC. ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് SSLC ബുക്ക് ജനന തീയതിയുടെ തെളിവായി ഉപയോഗിക്കാം. ഇതിനായി കവർ പേജ്, വിലാസമുള്ള പേജ്, ബോർഡ് സെക്രട്ടറിയുടെ മുദ്രയും ഒപ്പമുള്ള മാർക്ക് ഷീറ്റ് എന്നിവ നൽകണം. എന്നാൽ ഒരു വ്യവസ്ഥയുണ്ട്. SSLC ബുക്കിലെ പേര് ആധാറുമായി കൃത്യമായി പൊരുത്തപ്പെടണം. മറ്റു പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ കൂടിയുണ്ട്. SSLC ബുക്കിൽ മുദ്രകളോ എഴുത്തുകളോ പാടില്ല. മോശമായതോ ഇരട്ട മഷിയുള്ളതോ തിരുത്തിയതോ വായിക്കാൻ പറ്റാത്തതോ ആയവ സ്വീകരിക്കില്ല. വോട്ടർ ID ആണെങ്കിൽ പുതിയതായിരിക്കണം. അതിലെ പേര് ആധാറിനെ പോലെ തന്നെ കൃത്യമായിരിക്കണം. പൂർണ്ണ തപാൽ വിലാസവും വേണം. മേൽവിലാസത്തിൻ്റെ പ്രൂഫായി റേഷൻ കാർഡ് ഉപയോഗിക്കുമ്പോൾ അതിലെ പേര് ആധാറുമായി കൃത്യമായി പൊരുത്തപ്പെടുകയും വേണം. സാക്ഷ്യപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ ഒപ്പ് അപേക്ഷകൻ്റെ ഫോട്ടോയിലും അപേക്ഷയിലും വരുന്ന രീതിയിൽ വേണം. പലതരം സീലായാൽ നിരസിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം കൂടിയുണ്ട്. കോളത്തിൽ സാക്ഷ്യപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരുടെ സർ, കേണൽ, ഡോക്ടർ തുടങ്ങിയ പദവികൾ പാടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആധാറിലെ കറക്ഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡീറ്റെയിൽസുകളാണ്. ഈ വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.